റഹിമല്ലാഹുൽ അൻസാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ആണ് റഹിമല്ലാഹുൽ അൻസാർ വഅബ്നാ അൽ അൻസാർ വഅബ്നാ അബ്നാ അൽ അൻസാർ. അൻസാറുകൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അൻസാറുകളുടെ മക്കൾക്കും അവരുടെ പേരക്കുട്ടികൾക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അൻസാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അൻസാറുകൾ മുഹാജിറുകൾ മക്കത്തുനിന്ന് എല്ലാം ഒഴിവാക്കി മദീനയിലേക്ക് വന്നപ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചവരാണ് അൻസാർ. ആ അൻസാർ എന്ന് പറയുന്നത് മദീനക്കാർക്ക് മാത്രം ഉള്ള ഒരു പേരല്ല. ഏത് കാലത്തും ദീനിനെയും ദീനിന്റെ അഹ്ലുകാരെയും സഹായിക്കുന്നവർ അവരെല്ലാം അൻസാറുകളാണ്. അങ്ങനെ ഏത് കാലത്തും ഉണ്ടാകും ചുറ്റിപ്പറ്റി, സ്ഥാപനത്തിന് ചുറ്റിപ്പറ്റിയും പള്ളിക്ക് ചുറ്റിപ്പറ്റിയും ദീനീ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഹിയർ ആൻഡ് ദെയർ എല്ലായിടത്തും അൻസാറുകൾ ഉണ്ടാകും. അങ്ങനെ ഏത് കാലത്തും ദീനിന്റെ സഹായിക്കുന്ന, ദീനിന്റെ സ്ഥാപനങ്ങളെ, സംവിധാനങ്ങളെ, സിസ്റ്റങ്ങളെ, സംഘടനാ സിസ്റ്റങ്ങളെ സഹായിക്കുന്നവർ അവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. റഹിമല്ലാഹുൽ അൻസാർ. അവർക്ക് മാത്രമല്ല, വഅബ്നാ അൽ അൻസാർ, ദീനിന്റെ സഹായികളായ മക്കൾക്കും ആ സഹായികളുടെ മക്കൾക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന്. ആരാ ദുആർക്കണത്? ഒരിക്കലും ദുആ തട്ടിക്കളയാത്ത ദുആഇന്റെ ഉടമ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅബ്നാ അബ്നാഇൽ അൻസാർ, അൻസാറുകളുടെ പേരക്കുട്ടികൾക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. നമ്മൾ ജീവിക്കുന്ന അൻസാറുകളാവണം. അത് മദീനക്കാർക്ക് മാത്രമുള്ള പേരല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ തന്നെ ഇല്ലേ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് തെറ്റുകുറ്റങ്ങൾ പ്രകടമായി വന്നപ്പോൾ ഈസാ നബി ചോദിച്ചല്ലോ, എൻ്റെ കൂടെ ആരാണുള്ളത്? മൻ അൻസാരി ഇലല്ലാഹ്, എൻ്റെ കൂടെ ആരാ ദീനിന്റെ സംഘാടകരായി, സഹായികളായി കൂടെ നിൽക്കാൻ ആരുണ്ട്? ഖാലൽ ഹവാരിയൂൻ, അന്നത്തെ സ്വഹാബത്ത് പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, വി ആർ റെഡി, നമ്മളുണ്ട്. നഹ്നു അൻസാറുല്ലാഹ്, നമ്മളുണ്ട്. അപ്പോൾ അൻസാർ എന്നുള്ളത് ഒരു നാട്ടിലെ സംഘാടകരുടെ പേരായി ഒതുക്കേണ്ട ഒന്നല്ല. അതതു കാലത്തെ ദീനിനെ ജീവിപ്പിക്കുന്നവർ, ദീനിനെ പണം കൊണ്ട്, അധ്വാനം കൊണ്ട്, സംഘാടനം കൊണ്ട് ഏതെല്ലാം സ്കില്ല് അള്ളാഹു നൽകിയിട്ടുണ്ടോ അതുകൊണ്ടൊക്കെ സഹായിക്കുന്ന മനുഷ്യർ അവരെല്ലാം അൻസ്വാറുകളാണ്. അത് ഉമ്മമാർക്ക് കഴിയും, ഉപ്പമാർക്ക് കഴിയും. ആൺ പെൺ ഭേദമന്യേ ഏത് കാലത്തും ദീനിനെ സഹായിച്ച മനുഷ്യർ ലോകത്തുണ്ടായിരുന്നു. മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദീനിനെ സഹായിച്ച ഒന്നാമത്തെ ആളാണ്. അവരുടെ മകൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പ്രസവത്തിന് വേണ്ടി വെച്ച പണം ഉപ്പനോട് പറഞ്ഞല്ലോ, മസ്ജിദുൻ നബവിയുടെ നിർമ്മാണ ഘട്ടത്തിൽ അതെടുത്തോളി, എൻ്റെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അശ്രിക്കിനി ഫി സവാബ്, ആ പള്ളി നിർമ്മാണത്തിലെ കൂലിയിൽ എന്നെ കൂടി പങ്കാളിയാക്കൂ. കണ്ടോ? അപ്പൊ നമ്മളൊക്കെ അൻസാറുകളാവണം. എങ്കിൽ കാലം റഹ്മത്തിന്റെ 10 ആണെങ്കിലും അല്ലെങ്കിലും അള്ളാന്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് നമുക്ക് അൻസ്വാറുകളാവാൻ പറ്റുക? അതതു കാലത്തെ പള്ളിക്ക്, മദ്രസക്ക്, സംഘടനാ സംവിധാനങ്ങൾക്ക്, ദീനീ കാര്യങ്ങൾക്ക് നമ്മളെ കൊണ്ടാവും വിധത്തിൽ സഹായിക്കാൻ പറ്റണം. ചിലപ്പോൾ നമ്മുടെ തടി കൊണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ പണം കൊണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ആലോചന കൊണ്ടായിരിക്കും, ചിലപ്പോൾ സംഘാടന മികവ് കൊണ്ടായിരിക്കും, ഒരു വോയിസ് അയച്ചിട്ടായിരിക്കും. 4 പിള്ളേർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നിങ്ങൾ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുത്താൽ നന്നാവും. കണ്ടോ? ഒരു വോയിസ് കൊണ്ടായിരിക്കും, തൻ്റെ സ്വാധീനം കൊണ്ടായിരിക്കും. അങ്ങനെ കഴിയും വിധത്തിൽ അൻസാറുകളാവണം നമ്മൾ. അങ്ങനെ ആയാൽ റഹിമല്ലാഹുൽ അൻസാർ, അവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ആരാ ദുആർക്കുന്നേ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ദുആഇന്റെ പവർ അത്രേ. നബിയെ മഴയില്ലല്ലോ, നബിയെ മഴയില്ല. അന്നേരം മിമ്പറിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്നു, ചാറ പറ മഴ പെയ്തു. പിറ്റേത്തെ ആഴ്ച അതേ സഹാബിയോ
അല്ലെങ്കിൽ വേറൊരു സ്വഹാബിയോ വന്നിട്ട് പറഞ്ഞു മദിനബിയെ മഴ മദീൻ, അള്ളാഹ് മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ നാട്ടിൽ നിന്ന് മഴ മതിയാക്കി. ഇതാണ് തങ്ങളുടെ ദുആഇന് സ്പോട്ട് ഉത്തരം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നബിയെ എനിക്കൊരു റിക്വസ്റ്റ്. എന്താ മോനെ? എൻ്റെ ഉമ്മ തങ്ങളെ നന്നായിട്ട് തെറി പറയും. ഒന്ന് എൻ്റെ ഉമ്മാക്ക് ഹിദായത്തിന് വേണ്ടി തങ്ങൾ ദ്വാരക്കോന്ന്. ദ്വാരക്കാലോ. അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബി ഹുറൈറ, അബൂ ഹുറൈറൻ്റെ ഉമ്മാക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. അബൂ ഹുറൈറങ്ങക്ക് ഉറപ്പായി എൻ്റെ ഉമ്മ ഒരു കാലത്ത് ഇസ്ലാമൊക്കെ വരുമെന്ന്. അങ്ങനെ പതിവ് പോലെ വീട്ടിലേക്ക് അന്ന് തിരിച്ചുപോയി. പോയപ്പോൾ അനിതര സാധാരണമായി വീടിൻ്റെ വാതിലൊക്കെ ക്ലോസ്ഡ് ആണ്. വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ വെള്ളത്തിൻ്റെ കളകളാരവ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഉമ്മാനെ വിളിച്ചിട്ടാണെങ്കിൽ മഹ്ലയ്യ അബാ ഹുറൈറ, സ്റ്റോപ്പ് ദെയർ, ജസ്റ്റ് വെയിറ്റ് ദെയർ, അവിടെ വെയിറ്റ് ചെയ്യൂ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഉമ്മ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതെന്തേ? ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു. ബി ബർക്കത്തി ദുആ നബി, ദുആ ചെയ്തു തരാവോന്ന്. എന്തേ? ഇനി ഉമ്മാക്ക് വേണ്ടിയാണ് ആ ദുആ. എന്താണ് ദുആ ഇറക്കേണ്ടത്? എല്ലാ മോമിനീങ്ങൾക്കും അബൂ ഹുറൈറ തങ്ങളോടും അഥവാ എന്നോടും എൻ്റെ ഉമ്മാനോടും മഹബത്ത് കൊടുക്കണേന്ന്, അതൊന്ന് ദ്വാരക്കണേന്ന് അവൻ ദ്വാരന്ന് കൊടുത്തു. അതുകൊണ്ടാണ് ലോകത്തെ എല്ലാ മോമിനീങ്ങൾക്കും അവരോട് അള്ളാഹു ഇഷ്ടം കൊടുത്തിരിക്കുന്നു. മോമിനീങ്ങൾക്ക് കേട്ടോ. പണ്ട് ചേകന്നൂർ മൗലവി പറഞ്ഞിരുന്നു, അബൂ ഹുറൈറൻ്റെ ഖബറെങ്ങാനും കിട്ടിയില്ലെങ്കിൽ എല്ലെടുത്തിട്ട് ഞാൻ എല്ലെടുത്ത് ഞാൻ പൊടിക്കുമായിരുന്നു. എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാലോ. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ദ്വാരക്കണത്, റഹിമല്ലാഹുൽ അൻസാർ. അൻസാറുകൾ ഏത് കാലത്തും വരും എന്ന് തങ്ങൾക്കറിയാം. അവർക്കെല്ലാം നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ആ ദ്വായിൽ നമ്മൾ ഉൾപ്പെടണം. എന്തേലും ഒരു കലക്ഷൻ കേൾക്കുമ്പോൾ, ഒരു ചാലഞ്ച് കേൾക്കുമ്പോൾ, പിരിവ് അറിയുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യണം. ഈ പരിസരത്ത് ഇന്നലെ മിനിനാണെങ്ങാനും നമ്മുടെ ചെറിയ മക്കളുടെ ഒരു ഇഫ്താർ SSF സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ജില്ലാ ഉദ്ഘാടനം നടന്നു. ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഓരോ ഇഫ്താറിൻ്റെ ഘട്ടത്തിലും ഉമ്മമാര് നോമ്പെടുത്തിട്ട് ഇങ്ങനെ ചീരണി കൊടുത്തേക്കാണ്, സ്നാക്സുകൾ കൊടുത്തേക്കുകയാണ്. അവരാണ് ഒന്നാമത്തെ അൻസാറുകൾ. ഈ ഉമ്മത്തിൻ്റെ കാവലാളുകളായ ആലിമീങ്ങൾക്കും സംഘാടകർക്കും ഭക്ഷണം കൊടുക്കുന്നിടത്ത് ഒന്നാം റാങ്കുകാരാണ് നമ്മുടെ ഉമ്മമാർ. അവരാണ് ഒന്നാമത്തെ അൻസാറുകൾ. വിരുന്നൂട്ടുന്നവർ. അതാണ് നമ്മളൊക്കെ ആവേണ്ടത്. അങ്ങനെ ആയാലുള്ള മെച്ചം എന്താ? ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ. അതെന്നെ മെച്ചം. എന്താ അതിൻ്റെ അർത്ഥം? മദീനയിലെ അൻസാറുകളായ സ്വഹാബത്തിനെ മഹബത്ത് വെക്കൽ ഈമാനിന്റെ ഭാഗമാണ്. ഹദീസിലുണ്ട് ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ. അതുകൊണ്ടാ ഒരിക്കലും മദീനക്കാരെ കുറ്റം പറയരുത് എന്ന് പറയണത്. മദീനന്റെ മണ്ണിനെ കുറ്റം പറയരുത്, മദീനന്റെ കാലാവസ്ഥയെ കുറ്റം പറയരുത്. മദീനന്റെ കാലാവസ്ഥയിൽ എന്തെങ്കിലും തണുപ്പോ ചൂടോ കൂടിയ ഘട്ടത്തിൽ അവിടെ എത്തിയിട്ട് അത് സഹിച്ചാൽ അതിന് പ്രതിഫലം കൂടുതലാണ്. മദീനയിൽ നിന്ന് മരണപ്പെട്ടാൽ, ഹറമിൽ അവിടെ മറമാടപ്പെട്ടാൽ വിചാരണയില്ലാതെ സ്വർഗത്തിലെത്താനും ഷഫാഅത്ത് ലഭിക്കാനൊക്കെ കാരണമാണ്. കണ്ടോ? മദീനയിൽ നിന്ന് റൗള ഷരീഫിന്റെ അടുത്തുനിന്ന് നമ്മൾ ഏറെ നേരം നിന്നിട്ട് വല്ലതും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ യാ ഹജ്ജ് യാ ഹജ്ജ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നമ്മളോട് അവിടുന്ന് മാറാൻ പറഞ്ഞാൽ അവരെ ഒന്നും നമുക്ക് കുറ്റം പറയാൻ പാടില്ല. നമ്മൾ അവിടെ അരമണിക്കൂർ കുത്തിയിരുന്ന ഇവിടെ കോടിക്കണക്കിന് മനുഷ്യന്മാരില്ലേ, അവർക്കൊക്കെ സിയാറത്ത് ചെയ്യണ്ടേ? മദീനക്കാരെ കുറ്റം പറയാൻ പാടില്ല. അവര് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര സ്ട്രോങ്ങിലൊന്നും ആശയില്ല എന്ന് കരുതിയിട്ടും കുറ്റം പറയാൻ പാടില്ല. ഇബ്നു ഹജർ നിങ്ങൾ പറയുന്നുണ്ട്, പാടില്ല. അവർ സുഖാനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ താമസക്കാരാ അവര് റസൂലുള്ളാഹിന്റെ നാട്ടുകാരാണ്. അവരോട് വലിയ മര്യാദ കാണിക്കണം. മദീന എന്തെങ്കിലും നാടകം കളിക്കാനുള്ള നാടല്ല. അല്ല,
മദീനയിലെത്തിയാൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നാണക്കേടാണ് വേണ്ടത്. ഷാറാനിമാൻ പറഞ്ഞല്ലോ, നാണക്കേടാണ് വേണ്ടത്. ഞാൻ ഈ മദീനയിൽ നിൽക്കാൻ അർഹനല്ലല്ലോ അല്ലാ എന്ന നാണക്കേടാണ് നമുക്കുണ്ടാവേണ്ടത്. അല്ലാതെ ഞാൻ മദീനയിലെത്തിയെന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിക്കുകയല്ല വേണ്ടത്. അല്ല 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 അവസാന കാലത്ത് ഇതൊക്കെ വലിയ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഘട്ടം എത്തും. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊന്നുമല്ല മദീന നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ മദീനയിലുള്ള എനിക്ക് ദ്വാരക്കാം വല്ല കാര്യമായി പോയി, അങ്ങനെ വോയിസ് അയക്കേണ്ടത്. അങ്ങനെ മദീന സിയാറത്ത് ആരെങ്കിലും കാണിക്കാനുള്ളതാണോ? അല്ലല്ലോ. മദീനയിലെത്തിയാൽ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, അത് ദഖായിറുൽ ഖുദ്സിയ ഫീ സിയാറത്തി ഖൈറിൽ ബരിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബ് പറഞ്ഞല്ലോ, മദീനയിലൂടെ നടക്കുമ്പോൾ വലിയ അദബോടെ നടക്കണം. ഓരോ ചവിട്ടടി നമ്മൾ എടുത്തു വെക്കുമ്പോഴും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയോടെ നടക്കണം. എന്താ പേടി നമുക്കുണ്ടാവേണ്ടത്? ഈ മണ്ണ്, ഈ ചരൽക്കല്ലുകൾ, ഈ മണൽ, ഞാൻ ഈ കാല് വെക്കുന്ന സ്ഥലം തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന മണ്ണാണല്ലോ. ആ റസൂലുള്ള ചവിട്ടിയ മണ്ണിലൂടെയാണോ ഞാൻ നടക്കുന്നത് എന്ന പേടി, എന്ന നാണക്കേട്, എന്ന ഭയം, എന്ന ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ഉൾവലി നമുക്കുണ്ടാവണം. അതാണ് നമുക്കുണ്ടാവേണ്ടത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചെരുപ്പിടാതെ നടന്ന നാടാണ് മദീന. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയാൽ കുറേ ദിവസം നിൽക്കൂല, കൂടിപ്പോയാൽ 3 ദിവസം. എന്തേ കാരണം? ഇവിടെ ടോയ്ലറ്റിൽ എങ്ങനെ പോകും? തങ്ങളെ നാട്ടിൽ വന്ന് ഞാൻ മൂത്രമൊഴിക്കുകയോ? പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി ദിവസം നിന്ന് തിരിച്ചു പോകുകയാണ്. നിങ്ങൾ നോക്കൂ, മദീന അദബിൻ്റെ നാടാണ്. മദീനയിലെത്തിയാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ ഒറ്റ അമലും പൊളിഞ്ഞു പോകരുത് എന്നുള്ളതാണ്. കള്ളു കുടിച്ച ഹറാമാണ് ഉണ്ടാവുക, വ്യഭിചരിച്ചാൽ വ്യഭിചരിച്ച ഹറാമാണ് ഉണ്ടാവുക. മദീനയിൽ നിന്ന് അദബ് കേട് വന്നാൽ ഇതുവരെ ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. നമുക്കുള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ടാവണം. ഒരാൾ ഒരു ആണി അടിച്ചിട്ട് പണിയെടുക്കുമ്പോൾ ആയിഷ ബീവി ചോദിച്ചല്ലോ, എന്ത് പണിയെടുത്തുകൊണ്ടിരിക്കണത്? റൗള കാണുന്നില്ലേ? ശബ്ദം ഉയർത്തരുത് എന്നറിയില്ലേ എന്ന്. കണ്ടോ? അപ്പോൾ മനസ്സിലായി, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി എന്ന ആയത്ത് തങ്ങളുടെ ജീവിതകാലത്ത് മാത്രമല്ല, ഹയ്യം വമൈതൻ. അൽ ഇഖ്ലീൽ ഫീ ഇസ്തിംബാത്തി തൻസീൽ, സുയൂത്തി ഇമാമിന്റെ അതിമനോഹരമായ തഫ്സീറിൽ ഈ ആശയം കാണാം. മാത്രല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ എപ്പോഴും ശബ്ദം താഴ്ത്തിയിട്ട് തന്നെയാണ് സംസാരിക്കേണ്ടത്. മൗലിദിന്റെ മജ്ലിസിൽ, ശമാഇലിന്റെ ദർസിൽ, ഹദീസിന്റെ ക്ലാസ്സിൽ, എല്ലായിടത്തും ജഗപൊകകളല്ല. കാരണം മുത്തുനബി കാന അർഫഖന്നാസ്, സോഫ്റ്റ്നെസ്സിൻ്റെ ആളാണ്, ജഗപൊകയല്ല. അങ്ങനെ നല്ല അദബുണ്ടാവണം. വീടിൻ്റെ പണിയെടുക്കേണ്ട ഘട്ടത്തിൽ പുറത്തുനിന്ന് പണിയെടുപ്പിച്ചിട്ട് ആ പണി മൊത്തം എടുപ്പിച്ചതിന് ശേഷം വീട്ടിലേക്ക് ഉപകരണങ്ങൾ ഫിറ്റാക്കി കൊണ്ടുവന്ന ആളാണ് അലി റളിയല്ലാഹു അൻഹു. കാരണം മദീനയുടെ ഹറമിൻ്റെ ഉള്ളിൽ നിന്ന് പണിയെടുപ്പിക്കുമ്പോൾ സൗണ്ട് കൂടിപ്പോയാലോ എന്ന് പേടിച്ചിട്ട്. ഖല്ലൂബി ഇമാം പറഞ്ഞല്ലോ, മോനെ നീ സിയാറത്തിന് പോയാൽ അവിടെ ചെരുപ്പ് റാക്കിൻ്റെ മേലെ വെക്കും. ആ ചെരുപ്പ് നീ താഴേക്കിടുമ്പോൾ ടപ്പ് എന്നൊരു സൗണ്ട് കേൾക്കുമല്ലോ, ആ സൗണ്ട് റൗള കേൾക്കാൻ പാടില്ല. വളരെ പേടിയോടുകൂടി നടക്കേണ്ട നാടാണ് മദീന. ഞാൻ പിന്നെ എല്ലാ റബീഉൽ അവ്വലും മദീന പോകും. എനിക്ക് പോയിട്ട് കുറേ റാഹത്താവില്ല ഉസ്താദേ. ആരെ ബോധിപ്പിക്കാനാണ് ഈ മദീനനെ പോലും നമ്മൾ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കണത്? ആരെ ബോധിപ്പിക്കാനാണ്? മദീനയിൽ പോയാൽ ഔലിയാക്കൾ ദുനിയാവെന്നെ ചോദിക്കാറില്ല. മദീനയിൽ നിന്ന് അദബ് കേട് വന്നാൽ ആഖിബത്ത് തന്നെ മോശമായി പോവും. മദീന അദബിൻ്റെ നാടാണ്. മദീനയിലെത്തിയാൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഒന്ന്, മദീനയിലെത്തിയാൽ ഡയറക്റ്റ് റസൂലുള്ളാഹിനോട് സലാം പറയാൻ പറ്റുമെന്നുള്ളതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ സലാം പറഞ്ഞാൽ മലക്കുകളാണ് എത്തിക്കുന്നത്. ഡയറക്റ്റ് റസൂലുള്ളാഹിന്റെ ഷറഫാക്കപ്പെട്ട ചെവിയോണ്ട് ഡയറക്റ്റ് കേൾക്കത്തക്ക വിധത്തിൽ സലാം പറയാനുള്ള തൗഫീഖല്ലേ മദീനയിൽ നിന്ന് സലാം പറയുന്ന മനുഷ്യന് ലഭിക്കണത്? അതല്ലേ മോനെ ലോകത്ത് നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തൗഫീഖ് എന്ന് കിതാബ് ചോദിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തത്,
മൻസാറ ഖബരി വജബത് ലഹു ശഫാഅതി. റൗള ഒരാൾ സിയാറത്ത് ചെയ്താൽ പിന്നെ അയാൾ ഈമാൻ തെറ്റി മരിക്കൂല. ഈ ഹദീസിന് അങ്ങനെ ഒരു വ്യാഖ്യാനം ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നുണ്ട്. വജബത് ലഹു ശഫാഅതി, അയാൾ ഈമാൻ ഇല്ലാണ്ട് മരിക്കൂല, അയാളുടെ മരണം ഈമാനോടെയാണ്. 2, അയാൾ ഓൾറെഡി ഈമാനോടെ മരിക്കുമെന്ന ഉറപ്പുള്ള നല്ല മനുഷ്യനാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഈ ശഫാഅത്ത് കിട്ടുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? വജബത്ത് ലഹു എന്ന് പറയലോടുകൂടി മനസ്സിലായി അവനവന് എന്ത് ശഫാഅത്താണോ തങ്ങളെടുത്തുനിന്ന് വേണ്ടത് ആ ശഫാഅത്ത് അള്ളാഹു കൊടുക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന് ഒരാൾക്ക് ട്രെയിനിൽ എന്നെ കയറാൻ പറ്റുന്നില്ല, എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും ട്രെയിനിൽ കയറ്റാൻ നോക്കും. ട്രെയിനിൽ സീറ്റ് ഉണ്ട്, പക്ഷെ ജനറലാണ്, എന്നാൽ സ്ലീപ്പറിലേക്ക് കൊടുക്കും. സ്ലീപ്പറിൽ ഓക്കെയാണ്, എ സിയിലേക്ക് മാറ്റും. 3rd AC പോരാ, എന്നാൽ 2nd ക്ലാസ്സിലേക്ക് പോവും. അതും പോരാ, എന്നാൽ ഫസ്റ്റിലേക്ക് പോവും. അതാണ് വജബത്ത് ലഹു ശഫാഅത്തി എന്ന് പറയണത്. ഒരാൾക്ക് സ്വർഗം ഉറപ്പാണ്. അപ്പോൾ ഈ സിയാറത്ത് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? സിയാറത്ത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് സ്വർഗം ഓക്കെയാണ്. എന്നാൽ സിയാറത്ത് കൊണ്ടുള്ള പവർ എന്താ? സിയാറത്ത് കൊണ്ട് സ്വർഗത്തിലെ വലിയ ഡിഗ്രി കൊടുക്കും. ഒരാൾ സ്വർഗം ഉറപ്പല്ല, ഈ സിയാറത്ത് കൊണ്ട് എന്താ കിട്ടല്? സ്വർഗം കിട്ടും. അവനവന് എന്താണോ വേണ്ടത് ആ ശഫാഅത്ത് കിട്ടുമെന്നാണ് മൻസാറ ഖബരി വജബത് ലഹു ശഫാഅത്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്തൊരു പവറാണത്! 3 70,000 മലക്കുകളുണ്ട് അവിടെ. ആ മലക്കുകൾ വിളിച്ചു പറയും, നബിയേ, തങ്ങളുടെ പേരിൽ ആറുകൾ. അവരെ സ്നേഹിച്ചാൽ ആ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് ഈമാൻ കൂടും. ഇനി നമ്മളെ വിഷയത്തിലേക്ക് വരാം. എന്നാൽ നമ്മൾ അൻസ്വാറായാലോ, നമ്മൾ അതത് കാലത്തെ ദീനീ സംരംഭങ്ങളെ വാക്കുകൊണ്ട്, നാക്കുകൊണ്ട്, പണം കൊണ്ട്, ആശയം കൊണ്ട്, സംഘാടനം കൊണ്ട്, സ്കില്ല് കൊണ്ട് സഹായിക്കുന്ന ആണെങ്കിൽ അയാളെയും സ്നേഹിക്കുന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. ഇനി പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നമുക്ക് ഈമാനുണ്ടാവണം എന്ന് മാത്രമല്ല, നമ്മളെ ഒരാൾ ഇഷ്ടപ്പെടുന്നത് ഈമാനാവണം. അതിൻ്റെ പവർ എത്ര, അതിൻ്റെ മഹത്വം എത്ര! ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടുന്നോണ്ട് അയാൾക്ക് ഈമാൻ കൂടുന്നു. അതിന് മാത്രം നമ്മൾ നന്നാവണം. അതിനെന്താ വേണ്ടത്? മൻ അൻസ്വാരി ഇലല്ലാഹ്, ആരാണ് അൻസ്വാറുകളായിട്ടുള്ളത്? ബദറിന്റെ തലേന്നുള്ള ചോദ്യത്തിന് പറഞ്ഞല്ലോ സ്വഹാബത്ത്, അൻസ്വാറുകൾ പറഞ്ഞല്ലോ, തങ്ങൾ കടലിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മളും പിന്നാലെ ഉണ്ട് നബിയേ. പണ്ട് ബനു ഇസ്രായേലുകാർ മൂസ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞതുപോലെ, വദ്ഹബ് അന്ത വറബ്ബുക ഫഖാതില, നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തിട്ട് വരി, നമ്മളിവിടെ റെസ്റ്റ് ഇരിക്കാം. അങ്ങനത്തെ കമന്റ് ഒന്നും അടിക്കൂല. തങ്ങൾ എന്ത്, എവിടെ, എപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. വി ആർ റെഡി, നമ്മളുണ്ട്. കണ്ടോ? അങ്ങനെ നമ്മൾ അൻസ്വാറുകളാവണം. വാട്സപ്പ് ഗ്രൂപ്പിലും നിന്ന് കമ്മിറ്റീൻ്റെ പുറത്തും നിന്നിട്ട് കുറെ കമൻ്റ് അടിക്കലൊക്കെ നിർത്തിയിട്ട് ജഡ്ജസ് പ്ലീസ് നോട്ടിൻ്റെ ജഡ്ജസിൻ്റെ കസേരയിൽ നിന്നൊക്കെ എണീറ്റിട്ട് പണിയെടുക്കണം. ഏത് കാലത്തും ഏത് നാട്ടിലും ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ ഇഷ്ടംപോലെ ആൾ. അത് ശരിയില്ല. ഈ പ്രാവശ്യത്തെ ഉറൂസ് പരിപാടിയോട് എനിക്കത്ര യോജിപ്പില്ല. ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് എന്നാ പറയൽ. കുരക്കും പട്ടി കടിക്കില്ല എന്നാണ് അതിൻ്റെ മലയാളം. ആ കുരക്കലൊക്കെ നിർത്തിയിട്ട് നമ്മൾ പണിയെടുക്കണം. അഭിപ്രായങ്ങളൊക്കെ തലിക്കാല അവിടെ നിർത്തി വെക്കുക, പണിയെടുക്കണം. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ ലോകത്ത് എത്ര പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു, എത്രയോ വഴിയോരങ്ങളിലുള്ള പള്ളിയിൽ കയറി നിസ്കരിച്ചില്ലേ? ഈ പള്ളിയൊക്കെ കമ്മിറ്റിക്കാരുടെ അണ്ടറിലല്ലേ? അതെ, ആ കമ്മിറ്റിക്കാരല്ലേ അവിടുത്തെ ഉസ്താദ്മാർക്ക് സാലറി കൊടുക്കുന്നത്? ആ ഹൗല്, ആ മറ്റു മൂത്രപ്പുര എല്ലാം മര്യാദയ്ക്ക് കൊണ്ടു നടക്കുന്നത്. അവർക്ക് അത് വല്ല നിർബന്ധമായിട്ടാ? അത് നോക്കിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ കമ്മിറ്റിക്കാരെ കുറ്റം പറയൽ തന്നെ ഒരു വലിയ രോഗമാണ്. സംഭവം എളുപ്പമാണ്. സംഭവം നമ്മൾ ആ പണി ചെയ്ത് നോക്കണം. നമുക്ക് കഴിയോ ഈ പരിപാടിയൊക്കെ നിർവഹിക്കാൻ? ഒറ്റക്ക് നടക്കുമോ? കഴിയോ? ഈ കമൻറ്റ് ബോക്സിൽ നിന്ന് മാറിയിട്ട്, ജഡ്ജസിൻ്റെ കസേരയിൽ നിന്ന് മാറിയിട്ട് പണിയെടുക്കണം. അൻസ്വാറുകളായി മാറണം. അൻസ്വാറുകൾ. ഇനി ഏതെങ്കിലും ഒരു മഹാനായ ഉസ്താദ്, ഒരു പണ്ഡിതൻ അവരുടെ ദഅവത്തിന്റെ വഴിയിൽ
വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നടത്തുമ്പോൾ പിന്നെയും കമൻറ്റുമായിട്ട് നമ്മൾ വരാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ, പണക്കാരെ മാത്രം വിളിച്ചിട്ട് ഒരു എക്സലൻസി മീറ്റ് സംഘടിപ്പിച്ചു എന്ന് വിചാരിക്കുക. അപ്പം ചില ആൾ പിന്നെയും തുടങ്ങും കമൻറ്റ്, ഇന്ന ശർറത്വാമി യുദൽ അവനിയ ഇദൂനൽ ഫുഖറാ. ഭയങ്കരാണ് മൂപ്പര്. എന്താ പറഞ്ഞത്? പണക്കാരെ മാത്രം വിളിച്ച് നടത്തുന്ന പരിപാടി വളരെ മോശമാണെന്ന് ഹദീസിലുണ്ട്. ഇമാം ഷെഹറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് തൻ്റെ ഹാദിൽ ഹായിരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബിൽ. എന്തു പറയുന്നുണ്ട്? വലിയ വലിയ കിബാർ ഉലമാ, സൂഫിയാക്കൾ, ആലിമീങ്ങൾ അതതു കാലത്തെ ഹിക്മത്ത് പ്രകാരം ദഅവത്ത് നടത്തുമ്പോൾ നിന്റെ കുഞ്ഞു ബുദ്ധിയിലുള്ള യുക്തി കൊണ്ട് ആ ദഅവത്തിനെ അളക്കാൻ നിൽക്കരുത്. അവർക്കറിയാം ആരെ എങ്ങനെ എവിടെ എങ്ങനെ സംഘടിപ്പിക്കണം എന്ന്. മൻ ദഖല ദാറ അബി സുഫിയാൻ ഫഹുവ ആമിനുൻ എന്ന മക്കം ഫതഹിന്റെ സെറിമണിയുടെ സ്വാഗത പ്രഭാഷണത്തിൽ നബി തങ്ങൾ അബൂ സുഫിയാനെ പ്രത്യേകം മെൻഷൻ ചെയ്തത് അങ്ങനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഉപകാരമുണ്ട് എന്നതുകൊണ്ടാണ്. അത് ഉപകാരമുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഉലമായിനറിയാം ദഅവത്തിൻ്റെ ടൂൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന്. പണക്കാരെ മാത്രം വിളിച്ച് ഒരു പ്രോഗ്രാം നടത്തുന്നതിന് അവർക്ക് വല്ലാത്ത ഹിക്മത്ത് ഉണ്ടാവും. അത് നിന്റെ കുഞ്ഞു ബുദ്ധിയിൽ ട്രോളാൻ നിൽക്കരുത് എന്ന് ഷെഹറാനി ഇമാം 1600 കൊല്ലം മുമ്പ് എഴുതി വെക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അൻസ്വാറുകളാവണം. എല്ലാ ദീനീ പ്രവർത്തനത്തിനും കട്ടക്ക് കട്ട സപ്പോർട്ട് ചെയ്യേ വേണ്ടത്. മാറി നിന്നുകൊണ്ട് നമുക്ക് എന്താ ഉപകാരം? മാറി നിന്നുകൊണ്ട് ഉപകാരമില്ല. നമ്മൾ അൻസ്വാറാവണം.